ഹായ് സ്റ്റുഡൻസ്, ഏവർക്കും ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻസിയേഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാക്സിമ ആൻഡ് മിനിമയുടെ കുറേ കൂടി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മാക്സിമ ആൻഡ് മിനിമ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് മുൻപത്തെ വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ക്ലാസ് കൂടാവൂ. കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അത് കൂടാതെ നിങ്ങൾ ഈ ക്ലാസ് കൂടിയാൽ നിങ്ങൾക്കത് ഈ പുതിയ ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതിനാൽ നിങ്ങൾ മുൻപുള്ള ക്ലാസ്സുകളുടെ വീഡിയോ കൂടി കണ്ടതിന് ശേഷമേ ഉള്ളൂ ഈ വീഡിയോ കാണാവൂ. ഓക്കെ, ഇന്ന് നമ്മൾ മാക്സിമ ആൻഡ് മിനിമയുടെ ചില പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, കഴിഞ്ഞ ദിവസം നമ്മൾ അത്തരത്തിലുള്ള പ്രോബ്ലമാണ് ചെയ്ത് അതിൻ്റെ കുറച്ചും കൂടി ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ബാക്കിയായി നമ്മൾ ചെയ്യുന്നത് 18 ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞിരുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് ഓഫ് ഓൾ റെക്ടാംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ ഫിക്സഡ് സർക്കിൾ ദ സ്ക്വയർ ഹാസ് ദി മാക്സിമം ഏരിയ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഷോ ദാറ്റ് ഓഫ് ഓൾ റെക്ടാംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ ഫിക്സഡ് സർക്കിൾ, ഒരു ഫിക്സഡ് സർക്കിളിനകത്ത് തന്നിരിക്കുകയാണ്. സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുന്ന റെക്ടാംഗിൾസ് എല്ലാം എടുത്താൽ സ്ക്വയർ ഹാസ് ദി മാക്സിമം ഏരിയ. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഏതെടുത്താലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏരിയ കിട്ടുന്നത് സ്ക്വയറിനാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കൊരു ഗ്രാഫിലൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ ഞാനൊരു സർക്കിൾ എടുത്തിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഈ സർക്കിളിനകത്ത് ഞാനൊരു റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ പേര് BCFG എന്നാണ്. BCFG എ എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ സെൻറ്ററാണ്. സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് BF എന്ന് പറയുന്നത്. കാരണം അത് അതിൻ്റെ ഒരു ഡയഗണൽ ആണല്ലോ. ഡയമീറ്റർ ആണ്. അപ്പം ആ ഡയമീറ്റർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലുമാണ്. അതുകൊണ്ടാണ് അതിനെ ഡയഗണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഈ റെക്റ്റാങ്കിളിൻ്റെ ഈ പോയിന്റുകൾ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഈ ലെന്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4.84 എന്നും ബ്രെഡ്ത്ത് ഇവിടെ 3.54 എന്നുമാണ് ഈ അകലം കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കണ്ടുപിടിക്കും. ഈ ഏരിയ എന്ന് പറയുന്നത് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ അത് സ്ക്വയറിനാണ് കിട്ടുന്നത് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പല റെക്റ്റാങ്കിൾസ് വരയ്ക്കാം. ഈ സർക്കിളിനകത്ത് ഞാനൊന്ന് മാറ്റി വരയ്ക്കാം. ഇത് വേറെ റെക്റ്റാങ്കിളാണ്, നമുക്ക് കാണാൻ സാധിക്കും. പല റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഇതൊരു വേറെ റെക്റ്റാങ്കിളാണ്, ഇത് വേറെ റെക്റ്റാങ്കിളാണ്. പല റെക്റ്റാങ്കിൾസ്. ഇപ്പോൾ എന്തുണ്ടോ, അതിൻ്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ 5.25 ആയി. അതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അത് 2.29 ആയി. നമുക്കത് തിരിച്ച് മാറ്റി വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ കണ്ടു, ഇത് വേറെ റെക്റ്റാങ്കിളാണ്. ഇത് 4 പോയിന്റിനകത്താണ് റെക്റ്റാങ്കിളാണ്. ഇതിൻ്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2.7, അതിൻ്റെ ബ്രെഡ്ത്ത് കൂടി 5.32 ആയി. അത് വീണ്ടും നമുക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ നമുക്ക് കണ്ടല്ലോ, ഇങ്ങനെ പല റെക്റ്റാങ്കിൾസ് ഇതിനകത്തോടെ വരയ്ക്കാം. അതിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വരയ്ക്കുക, ഏത് ഡയറക്ഷനിൽ വേണം വരയ്ക്കാം. അപ്പം ഇത് അതിൻ്റെ ഒരു റെക്റ്റാങ്കിൾ, പല റെക്റ്റാങ്കിൾസ്, ഇത് പല റെക്റ്റാങ്കിൾസ് ഇതിനകത്തോടെ വരയ്ക്കുകയാണ്. അപ്പം ഇത് പോയിന്റുകളൊക്കെ മാറുന്നതനുസരിച്ച് ഇതിങ്ങനെ നമുക്ക് പല റെക്റ്റാങ്കിൾസ് വേണമെങ്കിൽ ഇതിനകത്തോടെ കാണാൻ സാധിക്കും. ഇത് റെക്റ്റാങ്കിൾസ് പലത് ഇതിനകത്തോടെ വരയ്ക്കാം, പല റെക്റ്റാങ്കിൾസ് വരച്ചെടുക്കാം. ഇങ്ങനെ ഓരോ റെക്റ്റാങ്കിളും നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ കിട്ടുന്നത് മാക്സിമം ആവുന്നത് സ്ക്വയറിനാണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ക്വയറിൻ്റെ ഏരിയ ആണ് മാക്സിമം എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ എനിക്ക് ഒരു റാൻഡം ആയിട്ടൊരു സ്ക്വയറാണ്, അതുകൊണ്ട് ഞാനിതിൻ്റെ റെക്റ്റാങ്കിൾ ആണ്, അതുകൊണ്ട് ഞാനിതിൻ്റെ ഡയമെൻഷൻസിനെ X എന്നും Y എന്നും വിളിക്കുകയാണ്. കാരണം നമുക്കതിൻ്റെ ഏരിയ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഞാനതിനെ ലെന്തിനെ X എന്നും ബ്രെഡ്ത്തിനെ Y എന്നും വിളിക്കാം. ലെറ്റ് X ആൻഡ് Y ബി ദി ഡയമെൻഷൻസ് ഓഫ് ദി റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ XY ആണ്. ഇത് മാക്സിമം ആണ് എങ്കിൽ അത് സ്ക്വയർ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കി കാണാൻ സാധിക്കും.
ഇതാണ് ഇതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കാന്ന് വിചാരിക്കുക, ഈ സൈഡിനെ വൈ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ആണ്. എ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു, ഇതിനെ വൈ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഇവിടെ നിന്ന് എഴുതാം, ഇത് എക്സ്, ഇത് വൈ ആണ്. അപ്പം ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ നാച്ചുറലി നമുക്കറിയാം ഇത് ഒരു സെമി സർക്കിൾ ആണ് ഈ വന്നിരിക്കുന്നത്, BCF എന്ന് പറഞ്ഞാൽ. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ആംഗിളിന്റെ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ ഓട്ടോമാറ്റിക്കലി 90 ആവും. അത് ഈ പോയിന്റ് മാറ്റിയാലെല്ലാം അങ്ങനെ തന്നെയാണ്, എങ്ങോട്ട് മാറ്റിയാലും നമുക്കറിയാൻ സാധിക്കും ഈ ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി നോക്കാവുന്നതാണ്. ഇത് കണ്ടോ, എപ്പോൾ മാറ്റിയാലും ഈ ആംഗിൾ എപ്പോഴും 90 ആയിരിക്കും. സി എന്നുള്ള ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും 90 ആയിരിക്കും. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഉറപ്പായിട്ടും. ഈ ട്രയാങ്കിൾ BCF ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? റൈറ്റ് ട്രയാങ്കിളിനാണ് പൈതഗോറസ് തിയറം ഒബേ ചെയ്യും. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലെ ലെന്തിന്റെ സ്ക്വയർ പ്ലസ് ബ്രെഡ്ത്തിന്റെ സ്ക്വയർ. ഇത് രണ്ടുമാണിത്. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ BF എന്നുള്ള സൈഡിന്റെ സ്ക്വയറിന് തുല്യമായിരിക്കും. BF എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ റേഡിയസാണ്, സർക്കിളിന്റെ റേഡിയസാണ്. ഇതും ഇതിന്റെ റേഡിയസാണ്. അപ്പോൾ ഈ BF എന്ന് പറഞ്ഞാൽ ഡയമീറ്ററാണ്. അപ്പോൾ 2R എന്നാണ് ആ സൈഡിന്റെ നീളം, ദാറ്റ് ഈസ് സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2R ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4R സ്ക്വയർ എന്ന് പറയാം. ഇനി ഫോർ എ ഫിക്സഡ് സർക്കിൾ എന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നിട്ടുണ്ട് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൺ ഫിക്സഡ് സർക്കിൾ. ഒരു സർക്കിൾ ഫിക്സ് ചെയ്തിരിക്കുക. സർക്കിൾ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റേഡിയസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ സർക്കിളിനെ വലന്ന് മാറ്റുവാണെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് 4 യൂണിറ്റ് ആയി. അപ്പൊ കിട്ടുന്ന എക്സും വൈയും അല്ല, അപ്പൊ കിട്ടുന്ന റേഡിയസും അല്ല, നമുക്ക് നേരത്തെ 3 ആയിരുന്നപ്പോൾ കിട്ടി. കുറച്ചും കൂടെ വലുതാക്കിയാൽ കിട്ടുന്നത് എക്സും വൈയും അല്ല, റേഡിയസും അല്ല, അപ്പൊ കിട്ടുന്നത്. അപ്പോൾ ഒരു ഫിക്സഡ് സർക്കിളിൽ ഇപ്പൊ ഞാൻ ആദ്യം എടുത്ത 3 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പൊ ഇത് എക്സ്, ഇത് വൈ, അപ്പൊ ഇതും അതിന്റെ ഡയമീറ്ററിന്റെ സ്ക്വയർ. പക്ഷെ R ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഓരോ സമയത്തും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. സോ വാട്ട് ഈസ് വൈ സ്ക്വയർ? നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ വൈ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ തിരിച്ചുള്ള പ്രോബ്ലത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞല്ലോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇപ്പൊ നമുക്ക് കിട്ടിയത് 4R സ്ക്വയർ എന്നാണ്. സോ വാട്ട് ഈസ് വൈ സ്ക്വയർ? വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 4R സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഓർ y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4R സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് a ഈസ് ഈക്വൽ ടു എക്സ് വൈ എന്നാ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. ഏരിയ എന്ന് പറഞ്ഞാൽ മാക്സിമം എന്ന് വന്നിട്ടുണ്ട്. യെസ്, എക്സ് ഇൻറ്റു വൈക്ക് പകരം ഈ വാല്യൂ റീപ്ലേസ് ചെയ്യാം. ദറ്റ് ഈസ് 4R സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ എ ആണ് തന്നിട്ടുണ്ട്. സ്ക്വയർ ഹാസ് ദി മാക്സിമം ഏരിയ. അങ്ങനെയാണ്, സ്ക്വയറിനാണ് മാക്സിമം ഏരിയ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ മാക്സിമം ആക്കണം. ഏരിയ മാക്സിമം ആണെങ്കിൽ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. വേണമെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണമെങ്കിൽ ഒന്ന് സ്ക്വയർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് വേണമെന്നില്ല, നേരിട്ട് ചെയ്യാം. DA ബൈ ഡെറിവേറ്റീവ് DA ബൈ DX. So first into x into derivative, that is 1/2 into root of 4R square minus x square. Root in the derivative 1/2 into root of into ഇനി റൂട്ടിനകത്തുള്ളതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 4R സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഇൻറ്റു മൈനസ് എക്സ് സ്ക്വയറിൻ്റെ മൈനസ് 2x വരും. പ്ലസ് തിരിച്ച് പ്ലസ് അല്ല മൈനസ് ആണ്, സോറി പ്ലസ് പ്ലസ് പ്രൊഡക്റ്റ് റൂളിന്റെ പ്ലസ് റൂട്ട് ഓഫ് തിരിച്ച് റൂട്ട് ഓഫ് 4R സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ദറ്റ് ഈസ് 1. ഓക്കെ, അപ്പോൾ മക്കളെ കിട്ടിയത് മനസ്സിലായാലോ? നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്തത്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്.
ഇനി ഏരിയ മാക്സിമം ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഏരിയ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് എന്ത് സാധനത്തിൻ്റെയും മാക്സിമം കിട്ടുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് dA/dx is equal to 0. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എഴുതാം സിൻസ് ഏരിയ ഈസ് മാക്സിമം എഴുതിക്കൊള്ളുക. സിൻസ് ഏരിയ ഈസ് മാക്സിമം dA/dx is equal to 0. ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്കിപ്പോൾ കിട്ടുകയാണ് -x × x² എന്ന് വരും by square root of 4r² - x² plus square root of 4r² - x² is equal to 0. നമുക്കൊന്ന് ക്രോസ് ചെയ്യാൻ വേണമെങ്കിൽ ദറ്റ് ഈസ് ഈക്വൽസ് ഇതിപ്പോൾ നമുക്ക് നേരെ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അടുത്ത ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമല്ലോ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നിർത്തിയേക്കാം. സോ ഇറ്റ് ഈസ് -x². ഇത് ക്രോസ് ചെയ്യുമ്പം ഇത് ഇങ്ങോട്ട് വരുമ്പം 4r² - x² റൂട്ട് ആണല്ലോ. അപ്പം ഇത് റൂട്ട് ഓഫ് 4r² - x² ഇൻറ്റു റൂട്ട് ഓഫ് 4r² - x² എന്ന് പറഞ്ഞാൽ 4r² - x² എന്ന് വരും ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4r² - x² എന്ന് വെച്ചാൽ ഇതിവിടെ നിർത്തി ഇതിങ്ങനെ ക്രോസ് ചെയ്തു. അപ്പോൾ അത് 4r² - x² എന്നാവും ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4r² - x² is equal to ഇതാണ് നമ്മുടെ dA/dx. ഒന്നും കൂടെ എഴുതിയേക്കാം. ദിസ് ഈസ് dA/dx is equal to ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൊണ്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -x² ഉണ്ട് ഇവിടെ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു -x² സോറി -2x² എന്ന് വരും. പിന്നെ 4r² ഉണ്ട്. അപ്പോൾ ഈ 4r² വേണമെങ്കിൽ ആദ്യം ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 4r² - x². ഇതാണ് നമ്മുടെ dA/dx എന്ന് പറയാം. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ ഓൾറെഡി 1 എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിനെ 2 എന്ന് വിളിച്ചത്. ഇനി നമുക്ക് dA/dxന്റെ വാല്യൂ ഈക്വൽ ടു 0 ഇംപ്ലൈസ് dA/dx is equal to 0 implies ഇത് ക്രോസ് ചെയ്യുമ്പോൾ 4r² - 2x² ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 4r² - x² എന്ന് വരും ഈക്വൽ ടു 0 എന്ന് വരും. ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 4r² - 2x² is equal to 0. That is 4r² is equal to 2x². 2 കട്ടായി പോവും, ഇവിടെ 2 വരും. This implies x² is equal to 2r² എന്ന് വരും. Or we can say x is equal to √2 times r എന്ന് വരും. സോ ഇത് നമുക്ക് അടുത്ത നമ്പർ കൊടുക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 3. അപ്പോൾ x is equal to √2 r ആണ്. ഇനി നമുക്ക് x equal to √2 r ആണെങ്കിൽ നമുക്ക് y കൂടെ കണ്ടുപിടിക്കണമല്ലോ. y എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, മേളിൽ കിടപ്പുണ്ട്. ഇക്വേഷൻ നമ്പർ 1 പറയുന്നുണ്ട് y is equal to square root of 4r² - x² ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നിന്ന് x കണ്ടുപിടിക്കാമല്ലോ. സോ y is equal to square root of 4r² - x² എന്ന് പറഞ്ഞാൽ ചിഹ്നമാല ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് x² എന്ന് പറഞ്ഞാൽ 2r² വരും സ്ക്വയർ റൂട്ട് ഓഫ്. സോ 4r² എന്ന് 2r² കുറച്ചാൽ 2r² വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ √2r എന്ന് വരും. അപ്പോൾ yയും √2r ആണ്, xും √2r ആണ്. So from 3 and 4, question number 3 and 4 implies x is equal to √2r, y is equal to √2r means x is equal to y എന്ന് വരും. x equal to y എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ x എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞിരിക്കുന്നത്? x എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെന്താ, y എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബ്രെഡ്ത്താ. അപ്പോൾ x equal to y എന്ന് പറഞ്ഞാൽ ഈ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? സ്ക്വയർ ആയി മാറും. അപ്പോൾ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. ഇനി നമുക്ക് അപ്പോൾ ഏരിയ മീൻസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആകണമെന്നുണ്ടെങ്കിൽ x equal to y ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇത് ഏരിയ മാക്സിമം ആണെന്നും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കാണിക്കണം ഈ വാല്യൂവിലാണെങ്കിൽ. അതിന് നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിടപ്പുണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് അതൊക്കെ കണ്ടുപിടിക്കാം. dA/dx ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് d²A/dx² കണ്ടുപിടിക്കണം. സോ dA/dx നിന്ന് d²A/dx² എന്ന് കണ്ടുപിടിക്കാം. ഇതാണല്ലോ
Now d square a by dx square is equal to, ഇതാണ് നമ്മുടെ വാല്യൂ. നമുക്ക് ക്വോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു 4r square minus x square ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 4r square minus 2x square. അതിൽ 4r സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും, മൈനസ് തിരിച്ച് 4r square minus x square ഇൻറ്റു റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാമല്ലോ, 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 4r square minus x square ഇൻറ്റു 4r square minus x square എന്നത് 0 മൈനസ് 2x എന്ന് വരും, ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ 4r square minus x square, അതിൻ്റെ സ്ക്വയർ. ഓക്കെ, നമുക്ക് വേണ്ടത് ഇതിൻ്റെ എക്സാക്റ്റ് വാല്യൂ അല്ല, നമുക്ക് വേണ്ടത് എക്സ് ഇസിക്കൽ √2r വരുമ്പോൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എക്സ് ഇസിക്കൽ √2r അത് തിരിച്ചു കൊടുക്കാം. എക്സിന് √2r കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2r സ്ക്വയർ അറിയാം. അപ്പോൾ നമ്മൾ ഞാൻ എൻ്റെ വാല്യൂ നേരിട്ട് കൊടുക്കുവാണ്, നിങ്ങൾ നോക്കിയിരുന്ന് ചെയ്താൽ മതി. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ √2r ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2r സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ ഇതെന്താവും 4r square minus 2r square എന്ന് വരും. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 4r square 2r square കുറച്ചാൽ 2r square വരും. അപ്പോൾ ഞാൻ അതിൻ്റെ വാല്യൂ അവിടെ എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു ഇത് മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 2 4 ഇൻറ്റു √2r മൈനസ് ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും, പ്ലസ് 4r square minus x square, 4r square minus x square എന്ന് പറഞ്ഞാൽ 2r square ഇൻറ്റു 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ √2r ആണ്, ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഈ 2ഉം ഈ 2ഉം കൂടെ വെട്ടിപ്പോക്കോഴും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ 2ന് ആവശ്യം പിന്നെ വരത്തില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ 4r square റൂട്ട് ഓഫ് 4r square മൈനസ് 2r square ഡിവൈഡഡ് ബൈ ഇതും നമുക്കറിയാം റൂട്ട് ഓഫ് 4r square മൈനസ് x square എന്ന് പറഞ്ഞാൽ 4r square മൈനസ് x square ആണ്. അപ്പോൾ റൂട്ടിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല. സോ 4r square മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ √2r ആയതുകൊണ്ട് 2r square വരും. ഓക്കെ, അതിന് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊന്ന് ക്രോസ് ചെയ്യുവാണെങ്കിൽ ഈ റൂട്ടും കൂടെ അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ എന്താവും, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് 4√2r എടുത്തു ഇൻറ്റു ക്രോസ് ചെയ്യുമ്പോൾ ഇത് 4r square മൈനസ് 2r square എന്ന് വരും, റൂട്ട് അങ്ങ് പോകും, ഇൻറ്റു റൂട്ട് വരും, പ്ലസ് ഇത് 2r square ആണ് ഇൻറ്റു √2r ഡിവൈഡഡ് ബൈ ഇത് ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ റൂട്ട് ഓഫ് 4r square മൈനസ് 2r square എന്ന് പറഞ്ഞാൽ 2r square അല്ലേ, ഡിവൈഡഡ് ബൈ 2r square. ഓക്കെ, സോ ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു, ഇത് മൈനസ് ആണ്, ഇത് നമുക്ക് നോക്കിയാൽ മതി. ദറ്റ് ഈസ് മൈനസ് 4√2r ഇൻറ്റു ഇത് 2r square പ്ലസ് 2√2 ഇൻറ്റു r സ്ക്വയറും r കൂടെ കൂടുമ്പോൾ r³ വരും, ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു r വരും, റൂട്ടിന് പുറത്ത് ചാടുമ്പോൾ, പിന്നെ ഡിവൈഡഡ് ബൈ 2r square ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും നമുക്ക്, അപ്പോൾ നമുക്ക് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻറ്റു 1 ശരിക്കും ബൈ 2r square എന്നല്ലേ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2r square എന്ന് വരും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 4 ഇൻറ്റു 2 8 ഉണ്ട്. സോ മൈനസ് 8√2r ഇൻറ്റു r square എന്ന് പറഞ്ഞാൽ r³ വരും, പ്ലസ് 2√2r³ ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 2 2√2r³ എന്ന് വരും.
അപ്പോൾ നമുക്കറിയാമല്ലോ -8√2 + 2√2 r³ ത്രോട്ട് കട്ടായി പോകും. ഇത് നെഗറ്റീവാണ് അല്ലേ, r³ ആണ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ r³ പോയി കഴിഞ്ഞാൽ ഇത് 2√2 വരും, -8√2 വരും. സോ ഇറ്റ് ഈസ് -6√2 ഡിവൈഡഡ് ബൈ 2√2. വെട്ടിപ്പോ നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വേണ്ട, നമുക്ക് സൈൻ മാത്രം മതി. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ആണ്, സോ ലെസ് ദാൻ 0. That means what? That means d²a/dx² is negative. So at ഏത് വാല്യൂല് എക്സിന് പകരം നമ്മൾ √2r കൊടുത്തപ്പോഴാണ് d²a/dx² എന്ന് പറഞ്ഞ് കിട്ടിയ ഈ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആണ്. at x is equal to √2r. So what is the conclusion നോക്കാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ്. എവിടെയാണ്? at x is equal to √2r. At that particular case y is also equal to √2r. That means x is equal to y ആവുമ്പോൾ കിട്ടുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. സോ ഏരിയ ഈസ് മാക്സിമം when x is equal to y. That means x is equal to y means it is a square. അപ്പോൾ എക്സും വൈയും ഈക്വൽ ആകുമ്പോൾ കിട്ടുന്ന ഏരിയ മാക്സിമം ആകും. നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിലൊന്ന് നോക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 3.22, വൈ എന്ന് പറഞ്ഞാൽ 5.07 ആണ്. ഞാൻ അതിൻ്റെ ഏരിയയും കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിയാൽ അവിടെ ഏരിയ അവിടെ വരുന്നുണ്ട് 16.29 ആണ് ഇപ്പോഴത്തെ ഏരിയ. ഞാനിതൊന്ന് മാറ്റുവാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ലെന്ത് ഇത്തിരി ഇവിടെ കൂടുന്നുണ്ട്, ലെന്ത് കൂടി വരികയാണ്. ഇപ്പോൾ ഏരിയയിലുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് ഒരു 4.22, ഇതാണെങ്കിൽ 4.26 ആണ്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ 18 ആണ്. ഇപ്പോൾ കിട്ടിയതിൽ ഏറ്റവും കൂടിയ വാല്യൂ അത് തന്നെയാണ്. നമ്മൾ ഇച്ചിരി കൊണ്ടൊന്ന് കൂട്ടാന്ന് വിചാരിക്കുക. അപ്പോൾ 4.2327 ഒരുപോലെ ആക്കാൻ പോവാം. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ കൃത്യം 18 ആണ്. ഇനി ഞാൻ ഇതിൻ്റെ ഇപ്പോൾ എക്സും വൈയും സെയിം ആണ്. അപ്പോൾ കിട്ടിയ ഏരിയ എന്ന് പറഞ്ഞാൽ 18 ആണ്. മീൻസ് ഇത് സ്ക്വയർ ആണ്. സ്ക്വയർ ആകുമ്പോൾ ഇതിൻ്റെ ഏരിയ 18 ആണ്. ഇനി ഇത് ഞാനൊന്ന് കൂട്ടുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും വീണ്ടും 18 കഴിഞ്ഞ് കുറയുകയാണ് ചെയ്യുന്നത്. കുറഞ്ഞ് പോരുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ? ഇനി തിരിച്ചാക്കിയാലും അതോ ഈക്വൽ ആകുമ്പോൾ ഏരിയ വീണ്ടും സെയിം ആവും, 18 ആവും. ഇതാ ഇപ്പോൾ 4.27 അത് ഓൾമോസ്റ്റ് ഈക്വൽ ആയി. അപ്പോൾ 18 ആയി. ഇനി 18 കഴിഞ്ഞ് കുറഞ്ഞു പോരുകയോ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ എപ്പോഴാണ് 18 കിട്ടുന്നത്? 18 ആണ് അതിൻ്റെ മാക്സിമം ഏരിയ. ആ ഏരിയ മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്വയർ ആയിരിക്കുമ്പോഴാണ് കിട്ടുന്നതെന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മളുടെ എക്സാമിനേഷന്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചോണം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ഫിഗർ നിങ്ങൾ വരച്ചിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. റഫ് ഫിഗർ വരച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഫിഗറിൽ വരയ്ക്കുന്നതിന് മാർക്കുള്ളതാണ്. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക, അതിനകത്തോടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുക, അതിന് എക്സ് വൈ എന്ന് പേര് കൊടുക്കുക, അത്ര മതിയാവും. എന്നിട്ട് ഈ കണക്ഷൻസും കൂടെ എഴുതി തിരിച്ച് നമുക്ക് പോരാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് ടിൻ 45 cm by 25 cm എന്ന് വെച്ചാൽ 45 cm നീളവും 24 cm വീതിയുമുള്ള ഒരു റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് ടിന്ന് കൊണ്ടുള്ള ഒരു ഷീറ്റ്, ടിൻ ഷീറ്റ് is to be made in a box without ടോപ്പ് ഇല്ലാത്ത ഒരു ബോക്സ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ കട്ടിംഗ് ഓഫ് സ്ക്വയർ ഫ്രം ഈച്ച് കോർണർ ആൻഡ് ഫോൾഡിംഗ് ഓഫ് ദ ഫ്ലാപ്സ് എന്ന് വെച്ചാൽ ഞാനൊന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഫിഗർ ഉണ്ട്. ഇപ്പം ഇതാണ് അതിൻ്റെ ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു റെക്ടാങ്കുലർ ഷീറ്റാണ്. ഈ ഷീറ്റിനെ ഞാനൊരു ഇതിൻ്റെ സൈഡാണ് പറഞ്ഞേക്കുന്നത് 45 സെൻറ്റിമീറ്റർ നീളവും 24 സെൻറ്റിമീറ്റർ വീതിയുമാണ്. അപ്പോൾ 45 സെൻറ്റിമീറ്റർ നീളവും ഇതിപ്പോൾ ഈ നീളം 45, ഈ വീതി 24. ഈസ് ടു ബി മെയ്ഡ് ഇൻ എ ബോക്സ് ബൈ കട്ടിംഗ് ഓഫ് സ്ക്വയേഴ്സ് ഫ്രം ഈച്ച് കോർണർ. അതായത് നമ്മളിതിൻ്റെ കോർണറിൽ നിന്നും ഒരു ചെറിയ സ്ക്വയർ കട്ട് ചെയ്യാം. നിങ്ങളിതിനകത്ത് നോക്കിയാൽ ഇതതിൻ്റെ 2D വ്യൂ ആണ്, ഇതതിൻ്റെ 3D വ്യൂ ആണ്.
നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇതിന്റെ 4 കോർണറിൽ നിന്നും ഒരു സ്ക്വയർ പാർട്ട് കട്ട് ചെയ്യുന്നു. ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണ്. ഇതിന്റെ 4 മൂലയിൽ നിന്ന് ഓരോ ചെറിയ സ്ക്വയർ പീസ്, ഈക്വൽ പീസാണ് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ നിൽക്കും. ആൻഡ് ഫോൾഡിങ് ഓഫ് ദ ഫ്ലാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഫോൾഡിങ് ഓഫ് ദ ഫ്ലാപ്പ് നോക്കിക്കോളൂ. ഇതിന്റെ ഈ ഫ്ലാപ്പ് ഇതാണ്. ഇപ്പൊ കട്ട് ചെയ്ത് നമ്മൾ കളഞ്ഞു, ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇതിനെ ഞാനൊന്ന് മടക്കി എടുക്കാം. ഫോൾഡിങ് ഓഫ് ദ ഫ്ലാപ്പ്. ഇപ്പൊ ബോക്സ് ആയി. മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കുന്നു. ഈ 4 കോർണറിൽ നിന്നും ആദ്യം ശരിക്കും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷീറ്റ് ആണ്. അതിന്റെ 4 കോർണറിൽ നിന്നും നമ്മൾ ഓരോ പീസ് കട്ട് ചെയ്തു. സ്ക്വയർ പീസ് ആണ്. എന്നിട്ട് അതിന്റെ ആ ഫ്ലാപ്പ് അപ്പൊ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു പീസ് കിട്ടും. അത് നമ്മളിങ്ങനെ മടക്കി എടുക്കുന്നു. മടക്കി എടുക്കുമ്പോൾ നമുക്കൊരു ബോക്സ് ആയി. കണ്ടോ? ഇതാണ് നമ്മുടെ ബോക്സ്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലാപ്പിന്റെ വലുപ്പം അനുസരിച്ച് അറിയാം ഇതിന്റെ ബോക്സിന്റെ വലുപ്പം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പൊ കിട്ടിയ ബോക്സിന്റെ ഈ ഒരു സ്ക്വയർ പീസിന് പകരം ഇത്രയും വലിയ സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ഇപ്പോഴും കട്ട് ചെയ്തേക്കുന്ന പീസുകളെല്ലാം വലുപ്പം സെയിം ആണ്. എന്നിട്ടാണ് നമ്മൾ ഫ്ലാപ്പ് മടക്കുന്നതെങ്കിൽ അപ്പോൾ കിട്ടുന്ന ബോക്സിന്റെ വലുപ്പം ഇങ്ങനെയായിരിക്കും. കണ്ടോ? അതിന്റെ വലിപ്പം ഇത്തിരി വ്യത്യാസമുണ്ട്. വോളിയത്തിൽ വ്യത്യാസം വരും. അത് ഇത്രയും കൂടെ നമുക്ക് വേണമെങ്കിൽ മടക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെറിയ ബോക്സ് കിട്ടും. അങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ മടക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കണ്ടോ? കട്ട് ചെയ്യുന്ന ഫ്ലാപ്പ് എല്ലാം സ്ക്വയർ പീസുകളാണ്. അതിനനുസരിച്ച് വ്യത്യാസം വരും. എന്നിട്ട് അത് ആ ഫ്ലാപ്പിങ് മടക്കിയെടുക്കുക. ആ ഫ്ലാപ്പിങ് മടക്കിയെടുക്കുമ്പോൾ നമുക്ക് ബോക്സ് കിട്ടും. അപ്പോൾ ആ ബോക്സിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മടക്കിയെടുക്കുന്ന ആ ഫ്ലാപ്പിന്റെ കട്ട് ചെയ്ത് മാറ്റുന്ന ബോക്സ് ആ സ്ക്വയർ പീസിന്റെ വലുപ്പത്തിനെ ആശ്രയിച്ചിരിക്കും. കണ്ടോ? ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഞാനത് മടക്കിയെടുത്ത് ബോക്സ് ആക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി പറയുന്ന ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ പറയുന്നതാണ് 45 സെന്റിമീറ്റർ 24 സെന്റിമീറ്റർ ഉള്ള ഡയമെൻഷനിൽ നിന്നും ഒരു ബോക്സ് ഉണ്ടാക്കുകയാണ്. കട്ടിങ് ഓഫ് സ്ക്വയർ ഫ്രം ഈച്ച് കോർണർ ആൻഡ് ഫോൾഡിങ് ഓഫ് ദ ഫ്ലാപ്പ്. What should be the side of the square to be cut off so that the volume of the box is maximum? ഈ ബോക്സിന്റെ വോളിയം മാക്സിമം ആകണം. മാക്സിമം ആണെങ്കിൽ കട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലാപ്പിന്റെ മീൻസ് ആ സ്ക്വയറിന്റെ ഡയമെൻഷൻ എത്രയായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം മനസ്സിലായല്ലോ? അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഫ്ലാപ്പ് ബോക്സിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോക്സ് എന്ന് പറഞ്ഞാൽ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അതിന്റെ വോളിയം അല്ലേ? നമുക്ക് തിരിച്ചൊന്നും കൂടെ പോകാം. ഇപ്പൊ ഈ ലെന്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെന്ത് എന്ന് പറഞ്ഞാൽ 45 ആണ്. നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ളത് 45ഉം 24ഉം. അപ്പൊ അതിനകത്ത് നമ്മളൊരു സ്ക്വയർ പീസ് ഓരോ കോർണറിൽ നിന്നും കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഞാനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തു. അപ്പോൾ ഈ ടോട്ടൽ നീളം 45 ആണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്ന കട്ട് ചെയ്യുന്നതിൻ്റെ വലുപ്പം എക്സ് എടുക്കുവാണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും, ഇതെല്ലാം എക്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഞാൻ മടക്കി എടുക്കുമ്പോൾ കിട്ടുന്ന ബോക്സിന്റെ വോളിയം അപ്പോൾ ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് 45 ആണെങ്കിൽ ഇവിടുന്ന് ഒരു എക്സും കട്ട് ചെയ്തു. ഇവിടുന്ന് ഒരു എക്സ് പോയാൽ 45 മൈനസ് ഈ എക്സും കുറയ്ക്കണം. 45 മൈനസ് 2x ആയിരിക്കും ഈ നമ്മുടെ ബോക്സിന്റെ പുതിയ ബോക്സിന്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ അല്ലേ? നോക്കിക്കേ, ഇതാണ് ലെന്ത്. ഇതിനകത്ത് നിന്ന് ഈ എക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോന്നു കഴിഞ്ഞാൽ ഈ 45 ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ 45 മൈനസ് 2x ആയിരിക്കും ഇപ്പൊ കിട്ടുന്നതിന്റെ ലെന്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ലെന്ത് എന്ന് പറഞ്ഞാൽ ലെന്ത് എൽ എന്ന് പറഞ്ഞാൽ 45 മൈനസ് 2x ആയിരിക്കും. അപ്പൊ അത് നമ്മൾ എഴുതണം. ലെറ്റ് എക്സ് ബി ദി സൈസ് ഓഫ് ദ സ്ക്വയർ cutting from each corner. X be the size of the or dimension of the square cutting from each corner. അപ്പോൾ ലെന്ത് എന്ന് പറഞ്ഞാൽ 45 മൈനസ് 2x ആവും. ഇനി നമുക്ക് ഇതിന്റെ ബ്രെഡ്ത്ത് നോക്കാം. ബ്രെഡ്ത്ത് എന്ന് 24 ആണ്. ഈ ടോട്ടൽ നീളം 24 ആണ്. അതിനകത്ത് നിന്ന് ഇവിടെ ഒരു എക്സ് കുറയും, ഇവിടെ ഒരു എക്സ് കുറയും. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര വരും?
യെസ് 24 മൈനസ് 2x എന്ന് വരും. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 24 മൈനസ് 2x. ഓക്കെ, അപ്പം ലെന്തായി ബ്രെഡ്ത്തായി. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റാണ് വേണ്ടത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, ഇതാണ് നമ്മുടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടിയ സാധനം. ഇനി നമ്മൾ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നോക്കുക, ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടുത്തെ ഈ എക്സ്, ഇത് എക്സ്, ഇത് എക്സ്, ഇതും എക്സ് ആണ്. ഇനി ഇത് ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടോ, ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും? ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ക്വയറിൻ്റെ സൈഡ് തന്നെയാണ് അല്ലേ? അപ്പോൾ അതും എക്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് വരും? വി എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. എന്ന് വെച്ചാൽ 45 മൈനസ് 2x ഇൻറ്റു 24 മൈനസ് 2x ഇൻറ്റു എക്സ്. ഇതാണ് അതിൻ്റെ വോളിയം. നമ്മൾ പറഞ്ഞ് വോളിയം ഷുഡ് ബി വാട്ട് ഷുഡ് ബി ദി സൈഡ് ഓഫ് ദി സ്ക്വയർ എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? സോ ദാറ്റ് ദ വോളിയം ഈസ് മാക്സിമം. അപ്പോൾ ഇത് മാക്സിമം ആണ്. വോളിയം മാക്സിമം ആണെങ്കിൽ കണ്ടീഷൻ എന്താ? ഡി വി ബൈ ഡി എക്സ് 0 ആയിരിക്കണം, സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇതിന് മുമ്പ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 45 minus 2x into 24. So 45 into 24 minus 45 into 90x minus 24 into 2 48x plus 2x square. 2 into 2 4x square into തീർന്നില്ല, into ഒരു x വരും. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇത് സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല, ഇത് നമുക്ക് അതുപോലെ തന്നെ എഴുതിയാലും മതി. 45 into 24 എന്നുള്ളത് അതുപോലെ തന്നെ എഴുതിയാലും മതി, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണമെന്നില്ല. കാരണം അത് അടുത്ത ഇതിൽ നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്കത് ക്യാൻസലായി പോകുന്നതാണ്. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയെന്നാണ്. ഇത് മൾട്ടിപ്ലൈ നമുക്ക് 1080 എന്ന് കിട്ടും. മൈനസ് ഇത് 1 ഇറ്റ്സ് ഇൻറ്റു പുറത്തൊരു എക്സ് ഉണ്ട്, അപ്പോൾ അത് എക്സും കൂടെ ഒരുമിച്ച് എഴുതിയേക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ചെയ്തു 45 into 2 90x, ഇത് 24 into 2 48, ഇത് 138 എന്ന് വരും എക്സ്. ആ എക്സും ഈ എക്സും മൾട്ടിപ്പിൾ ആകുമ്പോൾ എക്സ് സ്ക്വയർ വരും. ഓക്കെ, പ്ലസ് 4x ക്യൂബ് എന്ന് വരും. ഓക്കെ, ഇത് v ആണ്. therefore dv by dx is equal to ഇത് വരുമ്പോൾ 1080. അപ്പോൾ എക്സ് പോകത്തില്ല, എക്സ് പോകുന്നതുകൊണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ ടൈം ഇവിടെ ഉണ്ടാവും. ഓക്കെ, മൈനസ് 138 into 2 എന്ന് പറഞ്ഞാൽ 276 എക്സ് പ്ലസ് 12x സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഡി വി ബൈ ഡി എക്സ്. നമ്മൾ വോളിയം മാക്സിമം ആണെങ്കിൽ സിൻസ് വോളിയം ഈസ് മാക്സിമം ഡി വി ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് ഇത് നമുക്ക് ആദ്യം എക്സ് സ്ക്വയർ ടൈം ആദ്യം എഴുതിയേക്കാം. എക്സ് സ്ക്വയർ ആദ്യം എഴുതുമ്പോൾ 12 വേണേൽ പുറത്തെടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് 23 എന്ന് വരും. 23 into 12 എന്ന് പറഞ്ഞാൽ 240 276x പ്ലസ് ഇത് 9 എന്ന് വരും, 90 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 0. ഇത് പ്ലസ് വരും. ഓക്കെ, ഇതിനകത്ത് എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് ദിസ് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് 23x പ്ലസ് 90 is equal to 0. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. എക്സ് മൈനസ് 18 ഇൻറ്റു എക്സ് മൈനസ് 5 എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. ദാറ്റ് മീൻസ് ഐദർ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 18 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 5 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 18
or x is equal to 5. യെസ്, അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടും. ഇനി നമുക്കൊന്ന് നോക്കാം x is equal to 18 ആയ എന്ത് സംഭവിക്കും. ഇപ്പം നമ്മളുടെ ഇത് 45 ആണ്, ഈ നീളം 45 ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് എക്സ് കുറച്ചു, ഇതിനകത്തുനിന്ന് എക്സ് കുറച്ചാൽ നമ്മുടെ പുതിയ ഈ ബോക്സിൻ്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ 45 മൈനസ് നമ്മൾ എന്തായിരുന്നു വാല്യൂ ഏതായിരുന്നു നമ്മുടെ 18 ആണ്. 45 മൈനസ് 36 എന്ന് വരും. അപ്പം ലെന്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വരും, ഇത് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 45 മൈനസ് 2x ആണ്. ദറ്റ് ഈസ് 45 മൈനസ് 36 എന്ന് വരും, 9 എന്ന് വരും. ഓക്കെ, ദറ്റ്സ് ഓക്കെ. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 24 മൈനസ് 2x ആണ്. ദറ്റ് ഈസ് 24 മൈനസ് 36 എന്ന് വരും. അപ്പോൾ ഇത് നെഗറ്റീവ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് ഇല്ല, 24 ബ്രെഡ്ത്ത് ഉള്ളൂ നമുക്ക്, അതിനകത്ത് നിന്ന് 36 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ നമുക്ക് 18 എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ ഏതാണ്, എക്സ് ഈക്വൽ ടു 5 മാത്രമേ ഉള്ളൂ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ദ ഓൺലി അഡ്മിസിബിൾ വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5. അപ്പം ഇനി നമുക്ക് അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിലേ ഉള്ളൂ നമുക്ക് ഇനി അത് മാക്സിമം ആണ് വോളിയം എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഈക്വൽ ടു ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വി ബൈ ഡി എക്സ്, ഇക്വേഷൻ നമ്പർ 1 കിടപ്പുണ്ട്, അത് നമുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 വരും. 0 മൈനസ് 276 ഇൻറ്റു എക്സിൻ്റെ 1 വരും, പ്ലസ് 24x അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5 കൊടുക്കുക. അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5 കാരണം അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇംപ്ലൈസ് 0 മൈനസ് 276 പ്ലസ് 24 ഇൻറ്റു 5 120 എന്ന് പറയും. അപ്പോൾ ഇത് നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് വി ഹാസ് എ മാക്സിമം. എപ്പോഴാ മാക്സിമം അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 5. കണ്ടോ? അപ്പോൾ നമ്മൾ പല വാല്യൂസ് കൊടുത്താലും നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാൻ സാധിക്കും, ഇതിനകത്ത് പല വാല്യൂസ് എക്സിന് കൊടുത്താലും വോളിയം മാക്സിമം വരണമെന്നുണ്ടെങ്കിൽ, വോളിയം മാക്സിമം കിട്ടണമെന്നുണ്ടെങ്കിൽ, കിട്ടുന്ന ബോക്സിന്റെ വോളിയം മാക്സിമം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഈ സ്ക്വയർ പീസിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആയാൽ മാത്രമേ ഉള്ളൂ ഈ പർട്ടിക്കുലർ ടിൻ ഷീറ്റിൽ നിന്നും നമുക്ക് ഒരു മാക്സിമം വോളിയം ഉള്ള ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റിൽ നിന്ന് തന്നെ പല ഷേപ്പിലുള്ള ബോക്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ ഇതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പല വലിപ്പത്തിലുള്ള ബോക്സുകൾ കിട്ടും. ഇവിടെ വലിപ്പം വളരെ കുറവാണ്, ഉള്ള് മീൻസ് ഹൈറ്റ് വളരെ കുറവാണ്. ഇവിടെ ഹൈറ്റ് കൂടുന്നുണ്ട്, കൂടി വരുന്നു. അങ്ങനെ നമുക്ക് ഏറ്റവും ഹൈറ്റ് കൂടിയ ബോക്സ് ഉണ്ടാക്കാം. പക്ഷെ ഇതിനകത്ത് കൊള്ളുന്ന വോളിയം എപ്പോഴും മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന ഈ ഫ്ലാപ്പിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ, ഈ സ്ക്വയർ പീസിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. കണ്ടോ? ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് മാത്തമാറ്റിക്കലി നമുക്ക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നാണ്. അപ്പോൾ ഓക്കെ മക്കളെ, ഈ 2 പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് വിഷ്വൽസിന്റെ സഹായത്തോടെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീണ്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് വീണ്ടും കാണുക, കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക, തനിയെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. Till then, goodbye.